അനന്തരം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുവാൻ ഒലിവുമലയിൽ നിൽക്കുന്ന രംഗം. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ ആമേൻ ശിക്ഷകണം ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു. ആകാശത്ത് നിന്ന് ദൂതസംഘം ഇറങ്ങി വരുന്നു. പ്രവൃത്തി 1:11. ആമേൻ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് ദൂതസംഘം ഇറങ്ങി വന്ന് പറഞ്ഞ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചു. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പൂവന്മലയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. പൂവന്മല ദേശമേ, യേശു വരാറായി. മാനസാന്തരപ്പെടുവീൻ, യേശു വരാറായി. ഹല്ലേലൂയ. ഈ ദൂത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത്, ഈ ശിഷ്യന്മാർ യെരൂശലേമിന് സമീപത്ത് ഒരു ദിവസത്തെ ശബ്ബത്ത് ദൂരമുള്ള ആമേൻ ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശിഷ്യന്മാരെ താമസിച്ചുകൊണ്ടിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. പൂവന്മലക്കാർ ശ്രദ്ധിച്ചോണം, കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിപ്പിക്കാൻ പോവുക, വേണ്ടവർ വേണേ വായിച്ചിട്ടുണ്ട്. നാളെ അങ്ങേര് സ്വന്തമായിട്ട് പറഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. കയറിപ്പോയവരുടെ പേര് വിവരം നിർത്തിയൊന്ന് വായിച്ചേ. പത്രോസ്. ആരായി പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ചില ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോപ്പ് പത്രോസ്. അത് തിരക്കേടില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിച്ചോണം, കയറിപ്പോയവരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമാസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉൾപ്പെടുന്ന സംഘം. തർക്കമില്ലല്ലോ, പുസ്തകത്തിലുള്ളതാ പറഞ്ഞ, തർക്കമില്ലല്ലോ. ഇല്ല. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്ത് കാർ വന്നു. അങ്ങനാണോ? ആണോ? അവരുടെ ഇടയിലോട്ട് നാശം ഉണ്ടാക്കാൻ കുറച്ച് പെന്തക്കോസ്ത് കാർ വന്നു. ആണോ? അല്ല, അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തിക്കോസ് കാറല്ല വന്നത്. പിന്നെന്താ? പെന്തക്കോസ്ത് നാൾ വന്നു. എന്താ പെന്തക്കോസ്ത് നാൾ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ ദിവസം വന്നപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? വായിക്കേ. ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് എല്ലാവരും കാതു തുറന്ന് കേട്ടോ. എല്ലാവരും. ആരായി എല്ലാവരും? പത്രോസ് ലീഗ, തോമാസ് ലീഗ, മത്തായി, യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ തുടങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം നിങ്ങളോട്, ഈ അന്യഭാഷ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? ഉറക്കെ പറയാം മാമേ. പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തിക്കോസുകാരി മറിയല്ലേ? പറയാങ്ങോട്ടെ. ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ അല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ അല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ അല്ലേ? ഇവരെല്ലാം പറഞ്ഞേച്ചല്ലേ പൂവമ്മലക്കാർ കലവില പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് എങ്ങാനും ഇനി പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത് ഇല്ലേ? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. തീർന്നില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? നിങ്ങൾ പറ. പത്രോസ് ലീഗ. പോപ്പ് എഴുന്നേറ്റ് ആത്മാവിൻ്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. 37 47 തീർക്കാം. വായിര് 37 2:37. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരൊറ്റ പ്രസംഗം. അത് കേട്ടിട്ട് എന്ത് ചെയ്തു? കേട്ടവരുടെ ഹൃദയത്തിൽ നിങ്ങളെല്ലാം പറ, വാ തുറന്ന് പറ. എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അങ്ങനെ തന്നെയാണോ പുസ്തകത്തിൽ? ആണോ? നിങ്ങളുടെ ആരുടെയും കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചേച്ച് വേണം ഈ പന്തലിൽ നിന്ന് പോകാൻ. ഈ പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല, കുത്തുകൊള്ളും. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന കുത്ത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി
കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? അല്ല, വായിക്കേ, എന്ത് ചെയ്തു? വായിക്കേ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി പൂവമ്മല കാതു തുറന്ന് കേട്ടോ. അടുത്ത വാക്ക് പോപ്പ് അവരോട്, പോപ്പ് ഷമീർ കൊല്ലം അല്ല, പോപ്പ് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനിട. അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞത് പെന്തിക്കോസുകാരല്ല, ഒന്നാമത്തെ പോപ്പ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അച്ഛൻ പറഞ്ഞു ഇതിനകത്ത് ഇപ്പം തള്ളേണ്ടതൊന്നുമില്ല, കൊള്ളേണ്ടത് കൊള്ളന്ന്. അങ്ങനെയാണെങ്കിൽ പോപ്പിന്റെ വാക്ക് കൊള്ളണ്ടേ? എന്നാ സ്നാനപ്പെടു വേഗം. മനസ്സിലായോ? പിടി കിട്ടിയോ? ഇതിനകത്ത് തള്ളേണ്ടതില്ല, കൊള്ളേണ്ടത് ഉള്ളൂ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പത്രോസായി ഇടങ്ങേറൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങേര് പറയേണ്ടത് ഇങ്ങനല്ലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും അതല്ലേ പറയത്തോളായിരുന്നു, വെറുതെ മെനകേടുണ്ടാക്കാൻ. പക്ഷെ എന്ത് ചെയ്യാനാ? അങ്ങേര് പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനാ. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്കും അതേ പറയാൻ നിവർത്തിയുള്ളൂ. വചനത്തോട് വള്ളി പുള്ളി കൂട്ടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങളും പോപ്പിനോട് ചേർന്ന് ഇന്ന് രാത്രി ദേശത്തോട് വിളംബരം ചെയ്യുന്നു. അകത്തു കയറിയ പാപം പുറത്തു പോകണോ? ഒരു നാണയത്തൊട്ട് ചെലവില്ല, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട. അവൻ ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ നിന്റെ അകത്തു കുടിയിരിക്കുന്ന പാപമെന്ന കൂരിരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നിനക്ക് മോക്ഷം തരാൻ, രക്ഷാമാർഗം കൽപ്പിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതത്ര ഇന്ന് രാത്രി ഉയർത്തപ്പെടുന്ന സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആമേ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. എന്നാൽ പാപമോചനം ലഭിക്കും.